ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ അലീന പോലീസ് സ്റ്റേഷനിലാണുള്ളത്. കൃഷ്ണമോളും ബബിതയും വീട്ടിൽ ഒറ്റയ്ക്കാണ്. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലാണ്. മനു ആണെങ്കിലോ, നമ്മുടെ കമലയാണെങ്കിലും മനുവിനെ പൂട്ടിയിട്ടേക്ക. താക്കോല് നമ്മുടെ കമലയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുവിന് റൂമിന് വെളിയിലേക്ക് പോകാനും സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും അലീനയെ രക്ഷിച്ചേ പറ്റൂ, അതിന് യാതൊരു മാർഗവും ഇല്ല. അങ്ങനെ ഗോവർദ്ധനൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരൻ ഗോവർദ്ധനോട് വളരെയധികം അപമര്യാദയായിട്ടാണ് പെരുമാറിയത്. ഗോവർദ്ധനൻ തോന്നി അലീന അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലായി. കൃഷ്ണമോളോട് വിളിച്ചു പറഞ്ഞു. കൃഷ്ണമോള് രേവതിക്കുട്ടിയോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി ബാലചന്ദ്രൻ അല്ലല്ലോ, സോറി, മാമച്ചനെയും ഗ്രേസിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അലീന ചേച്ചീനെ ഈ രാത്രി തന്നെ, ഒരു രാത്രി പോലും അവിടെ കിടത്താൻ സമ്മതിക്കരുത്, എങ്ങനെയെങ്കിലും അലീന ചേച്ചീനെ അവിടെ നിന്ന് പുറത്തിറക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് എങ്ങനെയാ മോളെ ശരിയാകുന്നത്? ഈ പീഡന കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നിസ്സാരമൊന്നുമല്ല. പിന്നെ ഒരു ഡിവൈഎസ്പി എങ്ങാണ്ടുണ്ട് നമ്മുടെ ഗ്രേസിയുടെ ബന്ധത്തില്. അപ്പൊ ഒന്ന് ആ ഒരു വഴി ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പൊ പാലയിൽ എങ്ങാണ്ടാട്ടോ ആ ഒരു പുള്ളിക്കാരൻ താമസിക്കുന്നത്. അപ്പം അവിടുത്തെ ആ ഒരു ഏരിയയിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ നമ്മുടെ മാമച്ചൻ പറഞ്ഞു, എന്നാ പിന്നെ ആ വഴി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, പറ്റുമെങ്കിൽ നമുക്കൊന്ന് പോകാം അങ്ങോട്ടേക്ക്, അല്ലാതെ ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് കാര്യമില്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ ആ ഡിവൈഎസ്പിനെ ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാമച്ചൻ വിളിക്കുന്നു. മാമച്ചൻ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്താന്ന് ആദ്യ വിശേഷമൊക്കെ തിരക്കിയിട്ട് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കേസാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, ഈ ഒരു പരിധിയിൽ തന്നെയാണ് ആ കേസ്, ഞാൻ അറിഞ്ഞതാണ്. പക്ഷെ അത് വെറും നിസ്സാര കേസൊന്നും അല്ലെന്ന് പറയുമ്പോൾ കേസ് നിസ്സാരമൊന്നും അല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ആ പെങ്കൊച്ച് വെറും നിരപരാധിയാണ്. ആ പെങ്കൊച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ആ പെങ്കൊച്ചിനെ പോലീസുകാർ കൂട്ടിക്കൊണ്ട് പോവുകയോ മൊഴിയെടുക്കാനൊക്കെയാന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്ന് അവളെ ഇറക്കിക്കൊണ്ട് വരാൻ തുടങ്ങിയപ്പോൾ അവളെ ഇപ്പൊ ഇറക്കി വിടില്ല. അവള് ചെയ്യാത്ത കുറ്റം വരെ അവളുടെ തലയിൽ കെട്ടിവെക്കാനാണ് ഇപ്പൊ പോലീസുകാരുടെ പ്ലാൻ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കച്ചായ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിക്കാം. പിന്നെ ഈ പീഡന കേസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി അങ്ങോട്ട് അടുക്കാനായിട്ട് പറ്റില്ല. നോക്കട്ടെ, ആ പെങ്കൊച്ച് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ പെങ്കൊച്ചിനെ നമുക്ക് രക്ഷിക്കാം എന്ന് തന്നെ വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഡിവൈഎസ്പി ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ മുകളിലാണല്ലോ. അപ്പൊ ഈ പറയുന്ന ഒരു SI-യും അവിടുത്തെ CI-യും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ അലീനെ ഇപ്പൊ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. അപ്പൊ അലീനയെ പിടിച്ചോണ്ട് പോയത് അവര് ചേർന്നിട്ട്, പിന്നെ അവിടെ ഉള്ളൊരു CI ആണെങ്കിൽ നമ്മുടെ അലീനയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു റൂം, ഒരു റെസ്റ്റ് റൂം പോലത്തെ ഒരു റൂമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അപ്പം ഒരു വനിതാ പോലീസുകാരിയുടെ കൂടെയാണ് അലീന ആദ്യം ചെല്ലുന്നത്. അപ്പം വനിതാ പോലീസുകാരിയുടെ കൂടെ അലീന ആദ്യം ചെല്ലുന്നു. ആദ്യം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ വനിതാ പോലീസുകാരിയോട് പൊക്കോ, ഞാൻ ഇവളെ ചോദ്യം ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ സംതിങ് റോങ് ആണെന്ന്. പക്ഷെ അലീന അവിടെ ഒന്നും തകരുന്നില്ല. അലീനയുടെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ട്, താൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ ദൈവമായിട്ട് തന്നെ ആരെയെങ്കിലും പറഞ്ഞയക്കും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറെ ചോദ്യം ചെയ്യലുകളൊക്കെ നടത്തുകയാണ് കേട്ടോ. നീ ആരാണ്, നീ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, ഞാനിങ്ങനെ സ്നേഹനികേതനിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, എന്നെ വളർത്തിയത് ബ്രിജിത്താമ്മയാണ്, ഞാനൊരു അനാഥയാണ്, ഈ വീട്ടിൽ ഞാൻ ഹോം നേഴ്സ് ആയിട്ട് വന്നതാണെന്ന് പറയുമ്പോ, ഹോം നേഴ്സ് ആയിട്ട് വന്നിട്ട് വീട്ടുകാരി ആകാനല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എടി, അവിടുത്തെ ആ 3 പിള്ളേരുടെ തള്ളേനെ പറഞ്ഞു വിട്ടിട്ട് നീ ആ സ്ഥാനം കീഴടക്കിയില്ലേടി എന്ന് പറയുമ്പോ, ഒരിക്കലും ഇല്ല, എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം വേണ്ട. ഞാന് എന്റെ സ്വന്തം അച്ഛനായിട്ടാണ് ബാലചന്ദ്രൻ സാറിനെ കാണുന്നത്, എന്നെയും സാർ അങ്ങനെ തന്നെയാ കാണുന്നതെന്ന് പറഞ്ഞപ്പോ, നിന്റെ കുറച്ച് കുടുംബ ചരിത്രമൊക്കെ ഞങ്ങള് ബാലചന്ദ്രന്റെ, ഈ പറയുന്ന വൈജയുടെ, രോഹിത്തിന്റെ ഒക്കെ കുടുംബ ചരിത്രമൊക്കെ ഞങ്ങള് അന്വേഷിച്ചിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. നീ ഒറ്റ ഒരുത്തി കാരണം ആ വൈജ എന്ന് പറയുന്ന സ്ത്രീ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നീ ആ വീട്ടിൽ താമസിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. ഒരു ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ പറഞ്ഞു വിടുവല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ നിന്നെ പിടിച്ചു നിർത്തിയത് എന്തിനാണെന്ന് നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിടി. നിന്റെ ഈ തൊലിവെളുപ്പ് കണ്ടിട്ടും ആകപ്പാടെ മൊത്തം എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടി നീ വേലക്കാരിയാണെന്നൊന്നും തോന്നത്തില്ല. അപ്പൊ ആർക്കാണെങ്കിലും പിടിച്ചു നിർത്താനൊക്കെ തോന്നും. നീ ഏത് ഉദ്ദേശത്തോടു കൂടി അവിടെ കയറിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിന്നെ അവിടെ കയറ്റിയത് ഏത് ഉദ്ദേശത്തോടു കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഏതായാലും അതൊക്കെ പോട്ടെ, അതൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ നിന്നെ ഇവന്മാരൊക്കെ കൂടി പീഡിപ്പിച്ചില്ലേടി ഒരു ദിവസം, പീഡിപ്പിക്കാൻ ശ്രമിച്ചില്ലേടി ഒരു ദിവസം? അന്ന് നീ കേസ് കൊടുത്തില്ലല്ലേ? അന്ന് പോലീസ് കേസ് എടുത്തപ്പോ നീ എന്താ പറഞ്ഞത്? നീ തന്നെ കത്രികയും കൊണ്ട് നിന്റെ ശരീരത്തിൽ കുത്തിയതാന്നോ? അല്ലല്ലോ, നീ പറഞ്ഞത് നീ കസേരയിൽ നിന്ന്
ഉരുണ്ട് പടച്ച് വീണതാണെന്ന്. അപ്പൊ കത്രിക കയ്യിലിരുന്നത് കൊണ്ടു കയറിയതാണെന്ന്. ഇങ്ങനെയൊന്നും അല്ലെന്നേ ആ ഹരി എന്ന് പറയുന്ന അവനില്ലേ, ആ പെണ്ണുപിടിയൻ, അവൻ ഞങ്ങളോട് പറഞ്ഞടി. അവനെല്ലാം നല്ല വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞു. അവനെ കൊണ്ട് എല്ലാം ഞങ്ങൾ പറയിപ്പിച്ചതാണ്. നിന്നെ അവന്മാര് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ആ സമയത്ത് നീ അവന്മാർക്കിട്ട് അല്ല, നിന്റെ ജീവനും മാനവും രക്ഷിക്കാൻ വേണ്ടി നീ സ്വയമായിട്ട് കത്രി കൊണ്ട് കുത്തുകയൊക്കെ അല്ലേടി ചെയ്തത്. ഏതായാലും അവന്മാരുടെ കേസ് എല്ലാം വെളിയിൽ വരാൻ പോവാ. അപ്പൊ നീ ഏതായാലും ഈ കേസും കൂടി അങ്ങോട്ട് ഒരു പെറ്റീഷനായിട്ട് എഴുതി തന്നേ പറ്റത്തുള്ളൂ. ആ വേണമെങ്കിൽ പെറ്റീഷൻ ഇങ്ങോട്ട് തരാതെ ഒരു വഴിയൊക്കെ ഞാൻ ചെയ്യാം, പക്ഷെ അതിന് നീ സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. ഏതായാലും ഒരു ലാത്തി നമ്മുടെ ആ ഒരു സിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ലാത്തി വെച്ച് അലീനയുടെ നെറ്റിയിലും മൂക്കിലും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതല്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വന്ന് ചങ്കിനിട്ട് രണ്ട് കുത്തൊക്കെ കുത്തുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് ഇത് കണ്ടിട്ട് വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. അലീന പറഞ്ഞു, നിങ്ങൾ എന്ത് മര്യാദകേടാണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ എപ്പോഴും എന്റെ കൂടെ ഒരു വനിതാ പോലീസ് വേണമല്ലോ, പക്ഷെ നിങ്ങൾ അതുപോലെ അല്ലല്ലോ ഇപ്പൊ നിങ്ങൾ പെരുമാറുന്നത്. നിങ്ങളുടെ ഉദ്ദേശമൊന്നും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ, ഓഹോ നീ ഭയങ്കര തന്റേടിയാണല്ലോടി, നീ പോലീസുകാരന്റെ മുമ്പ് വന്നിട്ട് ഇത്രയ്ക്ക് ധിക്കാരം പറയുന്നു. നീ ഒരു അനാഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എവിടെ നിന്നാണ് ഇത്ര തന്റെ ഇടം കിട്ടിയത്? ഈ പോലീസുകാർ ആരാണെന്ന് നിനക്ക് അറിയാമോ? കാണിച്ചു തരാടി, നിന്നെ കാണിച്ചു തരാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പോലീസുകാരെന്ന് പറയുന്നത് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ നിയമിക്കുന്ന ആൾക്കാരല്ലേ, അല്ലാതെ ജനങ്ങളൊക്കെ ഇങ്ങനെ ഭീഷണി വരുന്നവരെ അതുപോലെ തന്നെ ജനങ്ങളെ മാനം കെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ഈ പോലീസുകാരെ കൊണ്ടുവരുന്നത്. അല്ലല്ലോ സാറേ, സാറൊക്കെ നിയമപരമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇവിടെയൊക്കെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യമില്ല സാറിന്. സാറിന് എന്നെ എന്റെ വീട്ടിൽ നിർത്തി, അല്ലെങ്കിൽ ബാലചന്ദ്ര മേനോന്റെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിർത്തി ചോദ്യം ചെയ്യാനുള്ള അവകാശം സാറിനൊക്കെ ഉള്ളൂ, അല്ലാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനുള്ള എന്തെങ്കിലും അവകാശം സാറിനുണ്ടോ? ഇപ്പൊ തന്നെ സാറ് ചെയ്തിരിക്കുന്നത് വലിയൊരു തെറ്റാ. അങ്ങ് മേളിലൊക്കെ ഇത് വിളിച്ചു പറഞ്ഞാലേ സാറേ സാറിന്റെ ജോലി പോകട്ടോ എന്ന് പറയുമ്പോ, ഓഹോ എന്റെ ജോലി തെറിപ്പിക്കാറായോടി നീ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ലാത്തി വെച്ചിട്ട് ഒറ്റ കുത്തുന്നുണ്ട് കേട്ടോ. അലീന സഹിച്ച് നിൽക്കുകയാണ്. അലീന പറഞ്ഞു, വേണ്ട സാറേ മതി, നിർത്തിക്കോ. ഞാൻ പറഞ്ഞല്ലോ എന്റെ കൂടെ ഒരു വനിതാ പോലീസിനെ കൊണ്ടുവന്നിട്ട് ചോദ്യം ചെയ്യ്. പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ആ കാലം അത്രയും എനിക്ക് ഉറച്ചൊരു സ്റ്റാൻഡ് ഉണ്ട്, ഞാൻ അതിലേ നിൽക്കത്തുള്ളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ പറഞ്ഞല്ലോ അവര് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. പിന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, എന്റെ കയ്യിൽ നിന്ന് വീണ് പോയ കത്രികയിലേക്ക് ഞാൻ ചെന്ന് വീണിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു മുറിവുണ്ടായത്, അല്ലാതെ വേറെ ആരും അതിന് കുറ്റക്കാരല്ല സാറേ. സാറ് എത്ര ശ്രമിച്ചാലും സാറിനി എന്നെ കൊല്ലാൻ നോക്കിയാലും ഞാൻ ഒരിക്കലും പെറ്റീഷൻ തരാൻ പോകുന്നില്ല സാറേ. പിന്നെ ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവളും അല്ല ഈ അലീന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഓ അപ്പം കാര്യമൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടി, സംഭവമൊക്കെ നടന്ന കേസ് തന്നെയാണ്, നീ പരാതി കൊടുക്കത്തില്ലെന്നല്ലേ പറഞ്ഞു വരുന്നത്? കാണാടി, നമുക്ക് കാണാം. പിന്നെ നീ സഹകരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നിന്റെ ആങ്ങളെയാണെന്നൊക്കെ പറയുന്ന ഒരുത്തനാണല്ലോ കിടക്കുന്നത്, അതുപോലെ നിന്റെ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന ആങ്ങളെ ആരെങ്കിലും ആയിക്കോട്ടെ, അവനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് രക്ഷപ്പെടുത്താം, നീ ഒന്ന് കണ്ണടച്ച് നിന്നാ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ അവരെ രക്ഷപ്പെടുത്തട്ടെ സാറേ, അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അത് ഹരി ആണെങ്കിലും രോഹിത് ആണെങ്കിലും അത് ആരാണെങ്കിലും ആയിക്കോട്ടെ, തെറ്റ് ചെയ്തവര് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഞാൻ ഒരിക്കലും സാറ് പറയുന്ന രീതിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവളോ ഒരിക്കലും സാറിന്റെ വഴുതിയിൽ വീഴാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണല്ല സാറേ, എന്നെ വിട്ടേരെ സാറേ എന്ന് പറയാണ്. അപ്പം കൂടുതലായിട്ട് നമ്മുടെ അലീനയെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി, ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇവന്മാര് ശ്രമിക്കുകയാണ് കേട്ടോ. കാരണം അലീന ഇവന്മാർക്ക് അങ്ങ് നേരെ ചെന്ന് റേപ്പ് ചെയ്യുന്ന ഒരു രീതിയിൽ സമീപിക്കാനൊന്നും പറ്റത്തില്ല അലീനെ. അപ്പം അലീനെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കുക. ഒരു അനാഥ പെണ്ണാണല്ലോ, അപ്പൊ അതുപോലെ തന്നെ കുറെ പൈസയുടെ കാര്യമൊക്കെ ഇവന്മാര് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസിനെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സീൻ നമ്മളെ കാണിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു വൾഗറായിട്ടാണ് അലീനയൊരു പെരുമാറുന്നത്. അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ മനു ആണെങ്കിൽ വല്ലാത്ത ടെൻഷനാ. അപ്പൊ മനു വിളിച്ചു ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളോട്, കൃഷ്ണമോളെ കാര്യങ്ങൾ എന്തായി, അലീനയുടെ വല്ല വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ, ഇല്ല ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ, ഗോവർദ്ധനങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര അധികം മോശമായിട്ടാ നടന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല. മനുവേട്ട എത്രയും പെട്ടെന്ന് അലീന ചേച്ചിനെ അവിടെ നിറക്കണം, ഇത്ര നേരമായിട്ടും ഒരു വിവരവും ഇല്ല. ഞാനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നമ്പറൊക്കെ വെച്ച് വിളിക്കുന്നുണ്ട്, പക്ഷെ അവര് ഫോണോ ഒന്നും എടുക്കണില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും മനു പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട മോളെ ആര് വന്നാലും വാതിൽ തുറക്കൊന്നും വേണ്ടെന്ന് പറയുമ്പോ, ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേട്ട, ഭവിത ചേച്ചിയാണ് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുമില്ലല്ലോ, റൂം കുറ്റിയിട്ടിട്ട് ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക.
വല്ലാത്തൊരു മാനസികാവസ്ഥ. എന്റെ അച്ഛൻ എന്റെ അടുത്തില്ല. ആകെപ്പാടെ എനിക്ക് ഉണ്ടായിരുന്ന കൂട്ട് അലീന ചേച്ചി അല്ലായിരുന്നോ? ആ അലീന ചേച്ചി ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ എങ്ങനെയാ സമാധാനത്തോടു കൂടി ഇവിടെ നിൽക്കുന്നത്? എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. രോഹിത്തേട്ടൻ പോലീസ് സ്റ്റേഷനിൽ, എന്റെ അമ്മയും അച്ഛയും ഹോസ്പിറ്റലിൽ. ഇതിന് എന്താ ഇനി ഒരു മാർഗം? എന്താ ഞങ്ങൾക്ക് ഇതുപോലെ കഷ്ടകാലം വരുന്നതെന്നൊക്കെ പറയുമ്പോൾ കരയാണ് കേട്ടോ. കുട്ടി കരയാണ്. അപ്പോഴത്തേക്കും മനു പറയുന്നു, മോളെ നീ കരയാതിരിക്കും മോളെ, പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ മോള് സേഫ് ആണ്, മോള് പേടിക്കൊന്നും വേണ്ട. ഏതായാലും നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ തനിച്ചല്ലേ ആ വീട്ടിലുള്ളൂ. ഞാൻ പോലീസുകാരോട് പറഞ്ഞ പോലെ പ്രൊട്ടക്ഷനും ശരിയാക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമലയ്ക്കാണ് ഭയങ്കര സന്തോഷം. അലീനെ പോലീസ് പിടിച്ചോണ്ട് പോയല്ലോ. അലീനെ പോലീസ് പിടിച്ചോണ്ട് പോയ വിവരം കമല എങ്ങനെയെങ്കിലും വൈജനെ അറിയിക്കണമല്ലോ. അപ്പൊ വൈജനെ നേരെ ഫോൺ എടുത്ത് വിളിക്കുക. വൈജയ്ക്കാണെങ്കിൽ ഭയങ്കര വെപ്രാളവും പരവേശമൊക്കെ ആയിട്ടിരിക്കുക. രോഹിത്ത് ജയിലിലാണല്ലോ, ജയിലിലല്ല ലോക്കപ്പിലാണല്ലോ. ആ ഒരു സമയത്താണ് നമ്മുടെ കമല വിളിക്കുന്നത്. കമല വിളിക്കുന്നതേ ദേഷ്യമാണ് വൈജയ്ക്ക്. എന്നിട്ട് പെട്ടെന്ന് രോഹിത്തിന്റെ കാര്യമൊക്കെ ആണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വൈജ ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ട് എന്താ കമലെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് കമല എടുത്തിന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ വൈജെ? നമ്മുടെ എല്ലാം ശത്രു ഉണ്ടല്ലോ, മെയിൻ ശത്രു. ശത്രു അതാരാ? അല്ല നിന്റെ ശത്രു ആരാ ഇപ്പം? അത് അത് പിന്നെ അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ എടുത്തി? കമലെടുത്തി, എന്റെ ശത്രു അലീന. എന്നാ പിന്നെ എന്റെ ശത്രു അലീന തന്നെയാ. അവളിപ്പം പോലീസ് സ്റ്റേഷനിലാ ഉള്ളത്. അവള് പോലീസ് സ്റ്റേഷനിലോ? അവളെങ്ങനെ പോലീസ് സ്റ്റേഷനിലായത്? അതെങ്ങനെ ആയതൊന്നും എനിക്കറിയില്ല. ഏതായാലും അവളുടെ പണ്ടത്തെ ഒരു റേപ്പ് കേസ് ഉണ്ടല്ലോ, അവളെ ഹരിയും അതുപോലെ രോഹിത്തും കൂടി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞൊരു കള്ളക്കഥ അവള് കെട്ടി ചമച്ചില്ലേ? അതേതായാലും വെളിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവളെ പോലീസ് പിടിച്ചോണ്ട് പോയത്രേ, തെളിവെടുപ്പിനായിട്ട്. അവളെ തെളിവെടുപ്പിനായിട്ട് പോലീസ് പിടിച്ചോണ്ട് പോയെന്നോ? അതേന്നെ. ഏതായാലും അവന്മാരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും അറിയത്തില്ല. ഇത്ര നേരമായിട്ടും ആ പെങ്കൊച്ചിനെ വിട്ടയച്ചിട്ടില്ലല്ലോ. അറിയാലോ, അവളാണെങ്കിൽ കൈയും കാലും ഒക്കെ കാട്ടി മയക്കാനാണ് ഭയങ്കര മിടുക്കത്തിയ. മിക്കവാറും പോലീസുകാരെ മയക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തേലും കാണിക്കട്ടെ. നശൂർണം പോലീസ് സ്റ്റേഷനെങ്കിൽ പോലീസ് സ്റ്റേഷൻ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ അവളെ പോലീസ് പിടിച്ച് വല്ല ജയിലിലും കൊണ്ടിട്ടാൽ അത്രയ്ക്ക് സമാധാനം ഉണ്ടായേനെ. അവൾ ഒറ്റ ഒരുത്തി എന്ന് വീട്ടിൽ കാലെടുത്ത് വെച്ച് കുത്തിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാ. എന്റെ ജീവിതം കണ്ടില്ലേ ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത്? അവൾ ഒറ്റയൊരുത്തി കാരണമാ. ഞാനും ബാലചന്ദ്രനും എന്റെ 3 മക്കളും സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നല്ലേ. എന്നിട്ട് അവള് കേറി വന്ന് ആ സമാധാനം നശിപ്പിച്ചില്ലേ, ഞങ്ങളുടെ സമാധാനം കെടുത്തിയില്ലേ. അതിന് ദൈവം അവൾക്ക് ശിക്ഷ കൊടുക്കാതിരിക്കില്ലല്ലോ. ദൈവമേ, എന്റെ തമ്പുരാനെ, അവളെ ആ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാതിരുന്നാ മതിയായിരുന്നു. എന്തെങ്കിലും കേസിൽ പിടിച്ച് അവളെ അങ്ങോട്ട് ഇട്ടാ മതിയായിരുന്നു. അല്ല കമലയിടത്തി ആരോടെങ്കിലും വിളിച്ചു പറയത്തില്ലായിരുന്നോ അവളെ ഇറക്കണ്ടാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പം ഇവിടെ കൈക്കൂലി പോയിട്ട് അറിയാലോ, രോഹിത്തിന്റെയും ഹരിയുടെയും കാര്യത്തിന് പോലും ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങോട്ട് അടുപ്പിക്കുന്നു പോലുമില്ല. പിന്നെയല്ലേ ഇനിയിപ്പോ അവളുടെ കാര്യത്തിന്. എന്റെ പൊന്ന് വൈജ, നീ അവിടെ സമാധാനമായിട്ട് കിടക്കുക. പിന്നെ രോഹിത്തും ഹരിയും എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തിറക്കാൻ നോക്കാം. രോഹിത്തിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എന്റെ മോനെയും കൂടി അല്ലേ കൊണ്ടിട്ട് കൊടുത്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണ് കട്ട് ചെയ്തു കേട്ടോ. എവിടെന്ന്? രോഹിത്തിനെ കൊണ്ടിട്ട് കൊടുത്തതാണ് ഹരിയെ. ഇപ്പോഴും കമല അതിന് സമ്മതിക്കാനേ തയ്യാറല്ല കേട്ടോ. കമല ഇപ്പോഴും പറയുന്നത് രോഹിത്ത് അത് ചെയ്തു, രോഹിത്ത് ഇത് ചെയ്തു, രോഹിത്ത് മറ്റേത് ചെയ്തു, മറിച്ചത് ചെയ്തു എന്നൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മാമച്ചനും രേവതിക്കുട്ടിയും അതുപോലെ തന്നെ ഗ്രേസിയും കൂടി കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വരാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഡിവൈഎസ്പിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം ആ പുള്ളിക്കാരനെയും കൂട്ടി ഡയറക്റ്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ വരാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അലീനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. ഏതായാലും ബാലചന്ദ്രൻ വിവരം അറിഞ്ഞിട്ടില്ല. നമ്മുടെ അലീന ഹോസ്പിറ്റലല്ലോ പോലീസ് സ്റ്റേഷനിലാണ് എന്നുള്ള വിവരം ബാലചന്ദ്രൻ അറിഞ്ഞിട്ടില്ല. ഏതായാലും ബാലചന്ദ്രന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത അറ്റാക്കും കൂടെ ഉറപ്പായിട്ടും ബാലചന്ദ്രന് വരും. അത് ഉറപ്പായ കാര്യമാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഇനിയിപ്പം നമുക്കൊരു പ്രമോ എല്ലാ ശനിയാഴ്ച ഞായറാഴ്ചയും കിട്ടുന്നതായിരുന്നു. ഇപ്രാവശ്യം വലിയ പ്രമോ കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് വീക്ക് പ്രമോ വന്നിട്ടില്ല, അറിയില്ല. ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, വരുമായിരിക്കും. നമുക്ക് ഇന്ന് കഥയില്ലായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നെക്സ്റ്റ് വീക്ക് പ്രമോ വരാത്തത്. ഏതായാലും കഥ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ അടുത്ത ആഴ്ച വരാൻ പോകുന്ന കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോട് അനുബന്ധിച്ച് തന്നെയാണ് കേട്ടോ. നമ്മുടെ വൈജ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലിറങ്ങുകയാണ്. അതായത് വൈജയ്ക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി, കാലക്ക് നടക്കാറായിട്ട് ഇറങ്ങിയാൽ മതി എന്ന് ഓർത്തോണ്ടിരുന്നതാണല്ലോ. പക്ഷെ വൈജയ്ക്ക് ഒരു ഇരിക്കപ്പുറതിയില്ല. വൈജ തന്നെ ചോദിച്ച് ഡിസ്ചാർജ് മേടിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാരണം വൈജയ്ക്ക് പുറത്തിറങ്ങിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. രോഹിത്തിനെ രക്ഷിക്കണമെങ്കിലും വൈജ പുറത്തിറങ്ങണം. അതുപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രനും ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ ഇറങ്ങണം. അലീനയെ രക്ഷിക്കുന്നുണ്ട്. അലീനയ്ക്ക് ഒരു പോറല് പോലും സംഭവിക്കുന്നില്ല കേട്ടോ. അലീന പുറത്തിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രോഹിത്ത് കുറ്റക്കാരനല്ല എന്ന് ഏതായാലും ഈ ആഴ്ച അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് തെളിവായിരിക്കാം നമ്മുടെ രോഹിത്ത് കുറ്റക്കാരനല്ല. പക്ഷെ ഹരി പറയുന്നുണ്ട്
അതായത് രോഹിത് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചപ്പോഴാണല്ലോ ഹരി ഇവന്മാരെല്ലാവരും കൂടി ചേർന്ന് രോഹിത്തിനെ അവിടെ പൂട്ടിയിട്ട. രോഹിത് അത് പറയുന്നുണ്ട്, കൂടെ കൂടെ പറയുന്നുണ്ട്. പക്ഷെ ഹരി സമ്മതിക്കുന്നില്ല. ഇവരും ഉണ്ടായിരുന്നു സാറേ, ഇവരും ഉണ്ടായിരുന്നു സാറേ. കാരണം കുടുംബത്തിലെ ഒരാളും കൂടെ നമ്മുടെ ഹരിയുടെ കൂടെ ഉണ്ടെങ്കിൽ ഹരിക്ക് അത്രയും താങ്ങാണല്ലോ. അപ്പം പ്രശ്നമില്ലല്ലോ. ഏതായാലും നമ്മുടെ ഹരി അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഉറപ്പിക്കുന്നില്ല. അപ്പൊ ശരണ്യക്കൊന്നെങ്കിൽ ബോധം വരണം, ശരണ്യ പറയണം, ശരണ്യ മൊഴി കൊടുക്കണം ഇവർ 3 പേരുമാണ് രോഹിത് ഇല്ലായിരുന്നു എന്ന്. അപ്പൊ അതൊക്കെ ഏതായാലും അടുത്ത ആഴ്ചയും ആയിട്ടൊക്കെ വരുമായിരിക്കും. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് പ്രമോയുമായിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാട്ടോ. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.